ഈ സീമ എന്ന പെൺകുട്ടി വലിയൊരു പണക്കാരിയാണ്, പോരാത്തിന് നല്ല സുന്ദരിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കോളേജിലെ പ്രധാന സംസാര വിഷയം ഇവള് മാത്രമാണ്. ഇവള് കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ ഡോർ തുറന്നു കൊടുക്കാൻ വരെ കോളേജിൽ ആൾക്കാരുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും കണ്ണ് ഇവളുടെ മേളിലായിരിക്കും. പക്ഷെ ഇവളുടെ കണ്ണ് വേറൊരാളുടെ മേളിലാണ്. അവനാണ് അജയ് ശർമ്മ, സീമയുടെ അജയ്. കോളേജിൽ ഒരുപാട് ബോയ്സ് പുറകെ നടന്നിട്ടും വീടാത്ത പെണ്ണ് ഇവന് മാത്രം എങ്ങനെ വീണു? മറ്റ് ബോയ്സുകളിൽ നിന്ന് ഇവന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവൻ ഫണ്ണിയാണ്, പിന്നെ നല്ല റൊമാൻറ്റിക് ആണ്. അതുപോലെ പാന്റിന്റെ സിബിട മറന്നു പോയാൽ അതും ഇവൻ തന്നെ ചെയ്തു കൊടുക്കും. അങ്ങനെ ഇരിക്കൊരു ദിവസം സീമയുടെ അച്ഛൻ മദൻ ചോപ്ര അവർക്ക് പുതിയൊരു കല്യാണാലോചന കൊണ്ടുവന്നു. മോൾ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി അവരുടെ സ്റ്റാറ്റസിനെ പറ്റിയ ഒരാളെയാണ് കൊണ്ടുവന്നത്. നമ്മുടെ അജയ് ആണെങ്കിൽ പാവപ്പെട്ട ഒരാളാണ്. അച്ഛൻ സമ്മതിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അജയ് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് അവളോട് ഒരു മരണക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞു. പക്ഷെ അത് വെറുതെ അവളുടെ പ്രേമത്തിന്റെ ആഴം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. പിറ്റേ ദിവസം നേരെ അവര് രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി. രജിസ്ട്രാർ വരാൻ താമസിച്ചത് കൊണ്ട് അവന്റെ സ്നേഹം കാണിക്കാൻ ടെറസിലേക്ക് കൊണ്ടുപോയി അവളെ പൊക്കിയെടുത്ത് താഴേക്കിട്ടു. മരണക്കുറിപ്പ് അവിടെ ഉണ്ടായിരുന്ന ലെറ്റർ ബോക്സിൽ ഇട്ടു.